5,50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു പി സി ബിൽഡ് എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറും അതോടൊപ്പം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡും പിന്നെ നമുക്ക് യുണീക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ലിക്വിഡ് കൂളറാണ് ഉപയോഗിക്കുന്നത്. മേ ബി ഇത് കേരളത്തിലെ തന്നെ ഫസ്റ്റ് ലിക്വിഡ് കൂളർ ആയിരിക്കും. കാരണം ഈ ഒരു കൂളർ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെടും. നമ്മളെ കമന്റ്സിലും നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയുന്നുണ്ട് പി സി ബിൽഡ് വീഡിയോ വേണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിരിക്കുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇവിടെ താഴെ കമന്റ്സ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തോളൂ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ആൻഡ് ദിസ് ഇസ് പ്രശാന്ത് ദാവി ആൻഡ് യു ആർ വാച്ചിങ് Geekbox TV. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ മദർ ബോർഡ് ചോയ്സ് ആയിട്ട് MSIയുടെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള MAG X870E ടോമഹോക്ക് വൈഫൈ എന്ന് പറയുന്ന ഒരു സീരീസാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു പവർഫുൾ പി സി ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫ് ആക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ മദർ ബോർഡാണ്. ഇപ്പോൾ 2025 നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ X870 ഓർ ബെറ്റർ ആയിട്ടുള്ളൊരു ബോർഡ് ചൂസ് ചെയ്യുക. നമ്മൾ പ്രൊസസ്സർ ചോയ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല, AMDയുടെ തന്നെ Ryzen 9 9950X ആണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ്, റെൻഡറിങ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള പർപ്പസും സ്ട്രീമിംഗും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 9950X 3Dയും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഗെയിമിംഗ് കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ 9950X 3D എടുക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. മദർ ബോർഡ് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും ഫീച്ചേഴ്സും ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്ന RAM ആയിക്കോട്ടെ, SSD ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റാം ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് G-Skillന്റെ Trident C 6GB ആണ്. 32x2 64 GB ആണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. 6000 MHz ആണ് ക്ലോക്ക് ലാറ്റൻസി. സ്റ്റോറേജ് ആയിട്ട് XPGയുടെ S70 ബ്ലേഡ് 2TB പ്രൈമറി സ്റ്റോറേജ് ആയിട്ടും അതേപോലെ തന്നെ ഒരു 1TBയുടെ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ Gen 5 PCIe 5.0 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ മോഡൽസ് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ കോമ്പറ്റീവ്, നല്ല റേറ്റ് വേരിയേഷൻസ് നല്ലതായിട്ടുണ്ട്. അതുകൊണ്ടാണ് PCIe 4.0 നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 7000 MB/s സ്പീഡ് റീഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്വയറ്റ് ഡീസെൻറ്റ് ഇനഫ്. അതേപോലെ തന്നെ നിങ്ങൾ SSD വെക്കുന്ന സമയത്ത് തെർമൽ പാഡ്സ്, നമുക്ക് അതിൻ്റെയുള്ള സ്റ്റിക്കർ പലരും മറന്നു പോകാറുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കറും കൂടെ ഇളക്കി കളഞ്ഞിട്ട് വേണം, അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ SSDs വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാരണം SSDs കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസും പോസിബിലിറ്റീസും കാണുന്നുണ്ട്. അപ്പോൾ SSDs നമ്മൾ വെച്ചു. ഇനി നിങ്ങൾക്കൊരു യുണീക്ക് സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഏറ്റവും ഈ ഒരു പി സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പി സി ബിൽഡിന് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു കോമ്പോണൻ്റാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അത് വേറൊന്നുമല്ല, അസൂസിൻ്റെ ROG Ryu 4 SLC 360 ARGB ലിക്വിഡ് കൂളറാണ്. ഒരു പാനറോമിക് ഡിസ്പ്ലേ ഉള്ള ഒരു ഐക്കോണിക് കൈൻഡ് ഓഫ് ലിക്വിഡ് കൂളറാണ്. ഈ ഒരു കൂളറാണ് ഈ ഒരു ബിൽഡിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ പല കളറിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള കൂളേഴ്സ് ഇതിനു മുമ്പ് മാർക്കറ്റിൽ നമ്മൾ ബിൽഡ് ചെയ്തപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലൊരു ഡിസൈനും എസ്തെറ്റിക്സും നിങ്ങൾ ഒരിക്കലും വേറൊരു മോഡലിലും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം ഇത് റോഗിൻ്റെ തന്നെ ഒരു പ്രൊപ്രൈറ്ററി ഡിസൈനും ഒരു ലേഔട്ടുമാണ്. റോഗ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ആ ഒരു ഡിസൈൻ ലേഔട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് റിപ്പബ്ലിക് ഓഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സും. അതവരുടെ PSU ആയിക്കോട്ടെ, ക്യാബിനറ്റ് ആയിക്കോട്ടെ, ലിക്വിഡ് കൂളർ ആയിക്കോട്ടെ, മദർ ബോർഡ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് കാർഡ് ആയിക്കോട്ടെ, എല്ലാത്തിലും അതിൻ്റേതൊരു യുണീക്നെസ് അവർ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു കൂളർ കണ്ടപ്പോഴും നമുക്ക് ആ ഒരു ഫീല്, നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീല്, നിങ്ങൾ നേരിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അത്രയ്ക്ക് പ്രീമിയം ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യാം, എന്താ പറയുക, മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിൽറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ സ്ട്രെച്ച് ചെയ്യാനും നീക്കാനും ഒക്കെ പറ്റും. പിന്നെ ബിൽഡ് യുണീക്ക് ആവുന്നത് എപ്പോഴും അതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ MSIയുടെ RTX 5080 സുപ്രീം X ലിക്വിഡ് SoC എഡിഷൻ ആണ്. ഈ ഒരു കൂളറിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡാണ് സുപ്രീം സീരീസിലെ ഈ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു മോഡൽ. ഇതിൻ്റെ ഏറ്റവും വലിയ യുണീക്നെസ് ഫുള്ളി ലിക്വിഡ് കൂൾ മാത്രമല്ല, ഹീറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരത്തില്ല. കാരണം ഒട്ടും തന്നെ ടെമ്പറേച്ചർ ഹൈക്ക് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് 24/7 റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും എസ്തെറ്റിക്സും ചെയ്തിരിക്കുന്നത്. പിന്നെ ബിൽഡ് വരുമ്പോൾ അറിയാമല്ലോ, കുറച്ച് പ്രീമിയം ആക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ കോമ്പണൻസും ചൂസ് ചെയ്യണം.
അപ്പോൾ സുപ്രീമിൻ്റെ ഡിസൈനിനെ പറ്റി വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പ് പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബിൽഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള PSU വേണം. അത് ഡീപ് കൂളിൻ്റെ PN 1200M മോഡുലാർ സപ്ലൈ ഗോൾഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള PSU ആണ്. ഫുള്ളി മോഡുലാർ സീരീസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ആവശ്യമുള്ള എല്ലാ കേബിൾസും വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ബിൽഡ് ചെയ്യുമ്പോൾ കേബിൾ മാനേജ്മെൻറ്റ് സൈഡ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ കൂടുതൽ കേബിൾസ് നമ്മൾ ഒരു ബിൽഡിൽ നമ്മൾ കുത്തി നിരയ്ക്കാറില്ല. നമുക്ക് വേണ്ടത് മാത്രം കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വേണ്ട കേബിൾസ് കണക്ഷൻസ് മാത്രം നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ PCയിലോട്ട് നമ്മുടെ SMPS വെക്കുകയാണ്. അപ്പോൾ ഈ SMPS ചൂസ് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് വേണം SMPS ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഫാൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ സ്കൈ ഫ്ലോ ഫാൻസ് ആണ്. ഒരു 4 ഫാൻ കിറ്റ് വരുന്നുണ്ട്. അതായത് 4x3 ഫാൻസാണ് പെർ കിറ്റിൽ വരുന്നത്. ടോട്ടൽ 12 ഫാൻസ് ഉണ്ട്. അപ്പം 12 ഫാൻസോളം നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ ടഫ് GT 502 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റാണ്. യുണീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ എസ്തെറ്റിക്സും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഒരു വെൽക്രോ സ്ട്രാപ്പൊക്കെ വെച്ച് ടഫ് സീരീസിൽ വരുന്നതാണ് കേട്ടോ. ടഫ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ കുറച്ച് റിജിഡും റഗ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അസൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോഗ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് കുറേ കൂടെ ഒരു എസ്തെറ്റിക്സിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ്. ഒരു എന്താ പറയുക, കാണാനൊക്കെ നല്ല രസമാണ് റോഗിൻ്റെ സീരീസ്. ടഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സീരീസ് ആയിരിക്കും ടഫ് സീരീസിൽ വരുന്നത്. അപ്പോൾ ടഫിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രീമിയം ക്വാളിറ്റിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ Type C ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ കേബിൾ മാനേജ്മെൻറ്റ് ഫെസിലിറ്റി വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അജിത്ത് ഇവിടെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളിതിനു മുമ്പ് ഇഷ്ടംപോലെ PC ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ IO ഷീൽഡ് ചിലർ മറന്നു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ X870 സീരീസും കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിലൊക്കെ മദർ ബോർഡിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത IO ഷീൽഡ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടുപോയാലും അതിനകത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. പലരും ബിൽഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് IO ഷീൽഡ് വെച്ചില്ലല്ലോ എന്നല്ല ആലോചിക്കുന്നത്. പിന്നെ ഇതൊരു ഡുവൽ ചേമ്പർ ഡിസൈനാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ലീ തേർമൽ ടെക്കിലൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് ഡുവൽ ചേമ്പർ. അതായത് ഒരു സെഗ്മെൻറ്റ് സൈഡിൽ ഗ്രാഫിക്സ് കാർഡ് മദർ ബോർഡും ബാക്ക് സൈഡിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് PSU ഹാർഡ് ഡിസ്ക് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഈ ടഫ് GT 502 എന്ന് പറയുന്ന ക്യാബിനറ്റ് അസൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കേബിൾ മാനേജ്മെൻറ്റിന് അതേപോലെ തന്നെ എയർ ഫ്ലോയ്ക്കും നല്ല രീതിയിലുള്ള പ്രൊവിഷൻ ഈ ഒരു ക്യാബിനറ്റിൽ അസൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, ഒരു പ്രീമിയം ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാബിനറ്റാണിത്. അതിൻ്റേതായ എക്സ്പെൻസ് നമ്മളവിടെ ബെയർ ചെയ്യേണ്ടി വരും. ഒരു 10,000-12,000 15,000 രൂപ റേഞ്ചോളം ഈ ഒരു ക്യാബിനറ്റിന് മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡ് കൂളറെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു, റോഗിൻ്റെ റിയൂ സീരീസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു ബിൽഡ്, ഈ ഒരു ബിൽഡിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ അവതാർ എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ഔട്ട്, ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്ത് അതായി കണ്ടല്ലോ, ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള കോളറാണ് ഇത്. നിങ്ങൾ ഫൈനൽ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് തന്നെ അത്രമാത്രം ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഉണ്ട്. പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ തികയാതെ വരും. ഇതിന് ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ പോലും ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കൂളർ എന്നുള്ളതിനെ നമ്മൾ സിമ്പിളായിട്ട് കണ്ടാൽ മതി. ഈ കൂളറിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് യുണീക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്കൊരു ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ വരുന്നൊരു കൂളറാണ്. പക്ഷേ ബഡ്ജറ്റ് റേഞ്ചുള്ള ഒരു PCയിൽ ഈ കൂളർ എടുത്ത് വെക്കാൻ ഞാൻ നിർദ്ദേശിക്കാറില്ല. മിനിമം ഒരു 9900Xോ 9950Xോ അല്ലെങ്കിൽ 9800X 3Dയോ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലിക്വിഡ് കൂളർ നമ്മളിതുപോലെ വരുന്നുണ്ട്, അതുപോലെ PSUം വരുന്നുണ്ട്. ഇനി ഔട്ട് എങ്ങനെയുണ്ട് ഈ ഒരു ബിൽഡിനെ നിങ്ങൾ എൻജോയ് ചെയ്യൂ. അപ്പോൾ ഇതേപോലത്തെ യുണീക്കായിട്ടുള്ള PC ബിൽഡുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ബിൽഡുകൾ കണ്ട് നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഗിഗ് പോസ്റ്റ് ട്രിവാൻഡ്രം, ഗിഗ് പോസ്റ്റ് കൊച്ചിയിൽ വരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ എക്സ്ക്ലൂസീവ് ന്യൂസുകളായിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോയിലൂടെ വരുന്നുണ്ടാവും. അതിനെ ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ടെസ്റ്റ് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്, ഇതുപോലത്തെ ഒരു എപ്പിക് PCയിൽ സത്യം പറഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റ് ഈസ് ആൻ ഓവർകിൽ. അപ്പോൾ അതേപോലെ പെർഫോമൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ബഡ്ജറ്റ് സീരീസ് സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.